ഹായ് ഓൾ, ഗുഡ് മോർണിംഗ് എവറി വൺ. അപ്പോൾ നമ്മളിന്ന് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് നെക്സ്റ്റ് സെഷനിലോട്ടാണ് കടക്കുന്നത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കോ എഫിഷ്യൻറ്റ് വേരിയേഷൻ മെത്തേഡും ക്യാപിറ്റൽ റേഷനിങ്ങും. രണ്ടും ചെറിയൊരു ടോപ്പിക്കാണ്. ആസ് യൂഷ്വൽ ബിഫോർ ഗോയിങ് ഫോർ ടുഡേയ്സ് ക്ലാസ് ലാസ്റ്റ് ക്ലാസ് നമ്മൾ എന്താ എടുത്തത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്ലാൻസ് ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്തിരുന്നതാണ് പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡും അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെത്തേഡും. രണ്ടും മോഡേൺ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ മെത്തേഡ്സാണ്. പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ് നമ്മൾ ചെയ്തിരുന്നത് ആദ്യം തന്നെ എക്സ്പെക്റ്റഡ് വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതായത് ക്യാഷ് ഇൻഫ്ലോസ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടാവും. അതേപോലെ പ്രോബബിലിറ്റിയും കറസ്പോണ്ടിങ് ഇയറിൻ്റെ പ്രോബബിലിറ്റീസും ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടാവും. എക്സ്പെക്റ്റഡ് വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ക്യാഷ് ഇൻഫ്ലോസും കൺസേൺഡ് റെസ്പെക്റ്റീവ് ഇയറിൻ്റെ പ്രോബബിലിറ്റീസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വി ഗെറ്റ് ദി എക്സ്പെക്റ്റഡ് വാല്യൂ. ഫ്രം ദാറ്റ് പ്രോഫിറ്റ് വോളിയം ഫാക്ടർ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വി ഗെറ്റ് പ്രസൻറ്റ് വാല്യൂ. പ്രസൻറ്റ് വാല്യൂൻ്റെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് NPV ലഭിക്കുകയും അതിലൂടെ പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡിലൂടെ വിച്ച് പ്രൊജക്റ്റ് ഈസ് മോർ അക്സെപ്റ്റബിൾ എന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാനും സാധിക്കും. അതിനുശേഷം നമ്മൾ നോക്കിയിരുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെത്തേഡ്. Standard deviation method is a type of measure of dispersion where higher the standard deviation, higher the risk involved in a project. ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ ഹയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ പ്രൊജക്റ്റിൽ ഹയർ റിസ്ക് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ ചെയ്തിരുന്നത് ഫോർമുല ഉണ്ടായിരുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽസ് √σ(FD²). സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിരുന്ന സ്റ്റെപ്സാണ്. ആദ്യം തന്നെ അരിത്തമാറ്റിക് ആവറേജ് അതില്ലെങ്കിൽ മീൻ വാല്യൂ കണ്ടുപിടിക്കുന്നു. ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസിൻ്റെ ആവറേജ് ആണത്. അതിനുശേഷം ഈ അരിത്തമാറ്റിക് ആവറേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നു. അതായത് ക്യാഷ് ഇൻഫ്ലോസും അതേപോലെ അരിത്തമാറ്റിക് ആവറേജും തമ്മിലുള്ള ഡീവിയേഷൻ എത്രയാണ് വരുന്നത് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ കാൽക്കുലേറ്റ് ചെയ്ത ഡീവിയേഷനെ നമ്മൾ സ്ക്വയർ ചെയ്യുന്നു, D². അതിനുശേഷം ഫോർമുല അപ്ലൈ ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽസ് σ√σD². സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽസ് √σD². ഇനി ക്വസ്റ്റ്യനിൽ അഥവാ പ്രോബബിലിറ്റി തരികയാണെങ്കിൽ വാട്ട് വി ഡു ഈസ് ഈ ഡീവിയേഷൻ്റെ സ്ക്വയർ നമ്മൾ ചെയ്യുന്നു ആസ് യൂഷ്വൽ. എന്നിട്ട് ആ സ്ക്വയർ ഓഫ് ദ ഡീവിയേഷൻ അതല്ലെങ്കിൽ D² ആ ഒരു ഗിവൺ ഫാക്ടേഴ്സും അതേപോലെ തന്നെ പ്രോബബിലിറ്റിയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് വെയ്റ്റഡ് സ്ക്വയർ ഡീവിയേഷനാണ് FD². ഈ FD²ൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുന്നു. അതാണ് σ(FD²) എന്ന് പറയുക. എന്നിട്ട് ഫോർമുല സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല അതായത് √σ(FD²) നമ്മൾ ചെയ്യുന്നു. വി ഗെറ്റ് ദി ആൻസർ. ഹയർ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ ഹയർ ദ റിസ്ക് ഇൻവോൾവ് ഇൻ സച്ച് പ്രൊജക്ട്സ്. അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ പറയുന്നത്. അടുത്തത് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് വരാം. കോ എഫിഷ്യൻറ്റ് വേരിയേഷൻ മെത്തേഡ്. ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ കൂടിയാണ്. നമുക്ക് നോക്കാം. സച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു കമ്പയർ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് വെൻ ദ കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട്സ് ആർ ഡിഫറെൻറ്റ്. കോ എഫിഷ്യൻറ്റ് വേരിയേഷൻ ഈക്വൽസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. കോ എഫിഷ്യൻറ്റ് വേരിയേഷൻ ഈക്വൽസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് ഈ പറഞ്ഞ കോ എഫിഷ്യൻറ്റ് വേരിയേഷൻ എന്ന് പറയുന്നത്. കോ എഫിഷ്യൻറ്റ് വേരിയേഷൻ ഒരു മോഡേൺ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ മെത്തേഡാണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡിസ്പേർഷൻ മെത്തേഡ് വെയറിൻ ദ ഫോർമുല ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ വാല്യൂ ഇൻറ്റു 100. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്ന് അറിയണം. ഈ മെത്തേഡിലൂടെ നമുക്ക് ഏത് പ്രൊജക്റ്റാണ് ബെറ്റർ എന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ ഏത് പ്രൊജക്റ്റാണ് ഹയർ റിസ്ക് എന്ന് പറയണമെങ്കിൽ ആദ്യം തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയണം, അതിൻ്റെ ഫോർമുല അറിയണം, അതേപോലെ മീൻ വാല്യൂ എത്രയാണെന്ന് കൂടി അറിയണം. നമുക്ക് എന്തായാലും ഒരു ക്വസ്റ്റിനോട് നമുക്കിത് എന്തായാലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് കോ എഫിഷ്യൻറ്റ് വേരിയേഷൻ ആൻഡ് സജസ്റ്റ് വിച്ച് പ്രപ്പോസൽ ഈസ് ബെറ്റർ. രണ്ട് പ്രപ്പോസൽസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ട് പ്രൊജക്റ്റ് തന്നിട്ടുണ്ട്. പ്രപ്പോസൽ X, പ്രപ്പോസൽ Y. ആദ്യം തന്നെ ഞാൻ പ്രപ്പോസൽ Xൻ്റെ വായിക്കാം. ഇയർ 1 ക്യാഷ് ഇൻഫ്ലോ 5000, പ്രോബബിലിറ്റി 0.3. Year 2
cash inflow 10,000, probability 0.2. Year 3, cash inflow 20,000, probability 0.2. Year 4, cash inflow 25,000, probability 0.3. Next ആണ് project XY. Year 1, cash inflow 2,000, probability 0.2. Year 2, cash inflow 12,000, probability 0.3. Year 3, cash inflow 10,000, probability 0.4. Year 4, cash inflow 20,000, probability 0.1. അപ്പോൾ നമുക്ക് പ്രപ്പോസൽ എക്സും അതേപോലെ പ്രപ്പോസൽ വൈയും ക്യാഷ് ഇൻഫ്ലോസും അതേപോലെ അതിൻ്റെ പ്രോബബിലിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതേ ക്വസ്റ്റ്യനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെത്തേഡ് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഒരു മെത്തേഡിൽ ഈ ഒരു ടോപ്പിക്കിൽ അതേ ക്വസ്റ്റ്യൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കോഎഫിഷ്യൻറ്റ് വേരിയേഷൻ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ആസ് യൂഷ്വൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമുക്ക് അറിയാം. ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റീസും തന്നിട്ടുണ്ട്. പ്രപ്പോസൽ എക്സിനെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ മീൻ വാല്യൂ അതല്ലെങ്കിൽ അരിത്തമാറ്റിക് ആവറേജ് എത്രയാണ് നമ്മൾ നോക്കണം. പ്രപ്പോസൽ എക്സ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ക്യാഷ് ഇൻഫ്ലോ അതിൻ്റെ ടോട്ടൽ 5,000, 10,000, 20,000, 25,000. ടോട്ടൽ വരുന്നത് നമുക്ക് 60,000 ആണ്. ഈ 60,000 ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അതായത് അരിത്തമാറ്റിക് ആവറേജ് കണ്ടുപിടിക്കുക. 60,000 ഡിവൈഡഡ് ബൈ 4, ദ ആൻസർ ഈസ് 15,000. മീൻ വാല്യൂ അല്ലെങ്കിൽ അരിത്തമാറ്റിക് ആവറേജ് എന്ന് പറയുന്നത് 15,000 ആണ്. ഈ 15,000 ബേസ് ചെയ്തിട്ട് ക്യാഷ് ഇൻഫ്ലോന്ന് നമ്മൾ ഡീവിയേഷൻ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ക്യാഷ് ഇൻഫ്ലോ മൈനസ് മീൻ വാല്യൂ 5,000 മൈനസ് 15,000, ഡീവിയേഷൻ ഫ്രം മീൻ മൈനസ് 10,000. ക്യാഷ് ഇൻഫ്ലോ 10,000 മൈനസ് mean value 15,000, deviation from mean minus 5,000, 20,000 minus 15,000 plus 5,000, 25,000 minus 15,000 plus 10,000. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെത്തേഡ് ഒന്നുകൂടി നമ്മൾ റിവിഷൻ ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ക്യാഷ് ഇൻഫ്ലോ മൈനസ് മീൻ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഡീവിയേഷൻ ലഭിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഡീവിയേഷൻ, ഈ കാൽക്കുലേറ്റ് ചെയ്ത ഡീവിയേഷനെ നമ്മൾ സ്ക്വയർ ചെയ്യുക. ഡി സ്ക്വയർ, സ്ക്വയർ ഓഫ് ഡീവിയേഷൻ ഈക്വൽസ് മൈനസ് 10,000 സ്ക്വയർ 10 crores മൈനസ് 5,000 സ്ക്വയർ 2 crore 50 lakhs പ്ലസ് 5,000 സ്ക്വയർ 2 crore 50 lakhs പ്ലസ് 10,000 സ്ക്വയർ 10 crores. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത ഡീവിയേഷനെ എല്ലാം നമ്മൾ സ്ക്വയർ ചെയ്തു, ഡി സ്ക്വയർ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. ആ പ്രോബബിലിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ വെയ്റ്റഡ് സ്ക്വയർ ഡീവിയേഷൻ കണ്ടുപിടിക്കുക. എഫ് ഡി സ്ക്വയർ, അതായത് ഡി സ്ക്വയർ ഇൻറ്റു എഫ് ചെയ്യുക. 10 crore ഇൻറ്റു 0.3, 2 crore 50 lakhs ഇൻറ്റു 0.2, 2 crore 50 lakhs ഇൻറ്റു 0.2, 10 crore ഇൻറ്റു 0.3. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വെയ്റ്റഡ് സ്ക്വയർ ഡീവിയേഷൻ അതല്ലെങ്കിൽ എഫ് ഡി സ്ക്വയർ ലഭിക്കുന്നതാണ്. നമ്മുടെ ഫോർമുല സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി സ്ക്വയർ എന്നാണ്. ദെർഫോർ റൂട്ട് ഓഫ് സിഗ്മ 7 crore സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി സ്ക്വയർ, അതായത് റൂട്ട് ഓഫ് 7 crore. 7 crores റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 8,367 എന്നാണ്. ഇതേ പ്രോസസ്സ് തന്നെ പ്രപ്പോസൽ വൈ അല്ലെങ്കിൽ പ്രൊജക്റ്റ് വൈയിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. അവിടെ നമുക്ക് കിട്ടുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതിന് മുന്നേ തന്നെ പ്രപ്പോസൽ വൈൻ്റെ മീൻ വാല്യൂ നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ അരിത്തമാറ്റിക് ആവറേജ് നമുക്ക് ലഭിക്കുന്നത് 11,000 ആണ്. അതായത് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് 44,000 ആണ്. ഡിവൈഡഡ് ബൈ 4, 11,000 ആണ് നമുക്ക് ലഭിക്കുന്ന മീൻ വാല്യൂ അല്ലെങ്കിൽ അരിത്തമാറ്റിക് ആവറേജ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ ചെയ്തിരുന്ന സ്റ്റെപ്പുകൾ അതേ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സിഗ്മ എഫ് ഡി സ്ക്വയർ 2 crore 50 lakhs എന്നാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആൻസർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽസ് 5,000. ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ചെയ്തിരുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ പ്രപ്പോസൽ എക്സ് 8,367 നമുക്ക് ലഭിക്കുകയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ പ്രപ്പോസൽ വൈ
5000 നമുക്ക് ആൻസർ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ബേസ് ചെയ്തിട്ടാണ് കോഎഫിഷ്യൻ വേരിയേഷൻ മെത്തേഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത് ബേസ് ചെയ്തിട്ടാണ് കോഎഫിഷ്യൻ വേരിയേഷൻ മെത്തേഡിലൂടെ ഏത് പ്രൊജക്റ്റാണ് ഹയർ റിസ്ക് എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് നോക്കാം. ഫോർ ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ പ്രൊപ്പോസൽ എക്സ് ഈസ് 8367 and the standard deviation for proposal y equals 5000. Coefficient variation formula equals standard deviation divided by mean into 100. Standard deviation divided by mean value into 100. Proposal x നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് ലഭിച്ചിരുന്നത് 8367 ആണ്. അതേപോലെ അവിടെ നമുക്ക് ലഭിച്ച മീൻ വാല്യൂ 15000. നമ്മൾ ഓൾറെഡി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി മീൻ വാല്യൂ അതല്ലെങ്കിൽ അരിത്തമാറ്റിക് ആവറേജ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പ്രൊപ്പോസൽ എക്സിലായിരുന്നെങ്കിൽ 60,000 ഡിവൈഡഡ് ബൈ 4, ടോട്ടൽ ഓഫ് ദ ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ 4 നമുക്ക് ലഭിച്ചിരുന്നത് 15,000 ആണ്. അതേ അരിത്തമാറ്റിക് ആവറേജ് അല്ലെങ്കിൽ അതേ മീൻ വാല്യൂ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രൊപ്പോസൽ എക്സിൻ്റെ ഫോർമുല, പ്രൊപ്പോസൽ എക്സിൽ നമ്മൾ കോഎഫിഷ്യൻ വേരിയേഷൻ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. 8367 ഡിവൈഡഡ് ബൈ 15,000 ഇൻറ്റു 100 വിച്ച് ഈസ് ഈക്വൽസ് 55.78%. അതേപോലെ തന്നെ പ്രൊപ്പോസൽ വൈ നമ്മൾ ചെയ്യുന്നു. പ്രൊപ്പോസൽ വൈൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽസ് 5000 ആൻഡ് ദി മീൻ വാല്യൂ അല്ലെങ്കിൽ അരിത്തമാറ്റിക് ആവറേജ് ഫോർ പ്രൊപ്പോസൽ വൈ ഈക്വൽസ് 44,000 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് 11,000. 44 എന്ന് പറയുന്നത് ക്യാഷ് ഇൻഫ്ലോസിൻ്റെ ടോട്ടലാണ്. 44,000 divided by 4 which equals 11,000. Therefore, proposal y coefficient variation equals 5,000 divided by 11,000 into 100 that is 45.45%. 5,000 divided by 11,000 into 100 equals 45.45%. അപ്പോൾ കോഎഫിഷ്യൻ വേരിയേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് പ്രൊപ്പോസൽ എക്സിൻ്റെ വേരിയേഷൻ 55.78% ആണ്. അതേപോലെ പ്രൊപ്പോസൽ വൈയുടെ വേരിയേഷൻ 45.45% ആണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹയർ ദ കോഎഫിഷ്യൻ വേരിയേഷൻ ഹയർ ദ റിസ്ക് ഇൻവോൾവ് ഇൻ ദ പ്രൊജക്റ്റ്. കോഎഫിഷ്യൻ വേരിയേഷൻ ഹയർ ആവുന്തോറും ഇൻക്രീസ് ചെയ്യുന്തോറും നമുക്കതിൽ ആ പ്രൊജക്റ്റിൽ വരുന്ന നമുക്ക് റിസ്ക് ഹയർ ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പ്രൊപ്പോസൽ എക്സ് ആണ് ഹയർ കോഎഫിഷ്യൻ വേരിയേഷൻ വരുന്നത്. Therefore, the proposal X is more risky. Coefficient variation of proposal X is greater than that of proposal Y, 55.78% and 45.45% for proposal X and proposal Y respectively. Therefore, the proposal X is more riskier and proposal Y is to be accepted. ഈ കോഎഫിഷ്യൻ വേരിയേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ പ്രൊപ്പോസൽ എക്സിലാണ് ഹയർ റിസ്ക് ഉള്ളത്. ദെർഫോർ പ്രൊപ്പോസൽ വൈ ആണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ്. നമുക്ക് റിസ്ക് കുറവും പ്രോഫിറ്റ് കൂടുതലുള്ള പ്രൊജക്ട്സാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അക്സെപ്റ്റ് ചെയ്യുന്നത്. ദെർഫോർ പ്രൊപ്പോസൽ വൈ ഈസ് അക്സെപ്റ്റഡ്. അടുത്ത ടോപ്പിക്കാണ് ക്യാപിറ്റൽ റേഷനിങ്. ഭയങ്കര എളുപ്പമുള്ളൊരു തിയറി ടോപ്പിക്കാണ് ഇവിടെ വരുന്നത്. നമുക്ക് നോക്കാം. The situation in which the firm is not able to finance all the profitable investment opportunities due to limits on available fund is called capital rationing. It is a process of allocating or rationing the limited capital to various projects ranked according to profitability. In short, capital rationing is a situation in which firms does not have necessary fund to invest in all profitable investment proposals. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഒരു സിറ്റുവേഷൻ വരികയാണ്. ദാറ്റ് ഈസ് ദേ ഹാവ് ഓൺലി 10 lakh rupees വിത്ത് ദം ടു ഇൻവെസ്റ്റ് ഇൻ എനി പ്രൊജക്ട്സ്. അവരുടെ കയ്യിൽ ആകെ 10 ലക്ഷം രൂപയേ ഉള്ളൂ ഒരു അസറ്റ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ നമ്പർ ഓഫ് അസറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടി. ടോട്ടൽ അവരുടെ കയ്യിൽ ആകെ 10 ലക്ഷം രൂപയേ ഉള്ളൂ. ആൻഡ് ദേ ഹാവ് വേരിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് വിത്ത് ദം. അതായത് 4 പ്രൊജക്റ്റ് അവരുടെ അടുത്ത് വന്നിട്ടുണ്ട്. 10 ലക്ഷം രൂപയാണ് അവരുടെ കയ്യിൽ ആകെയുള്ള ഫണ്ട്. അതേപോലെ 4 പ്രൊജക്റ്റ് 4 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് അവരുടെ അടുത്ത് വന്നിട്ടുണ്ട്.